ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. സ്വന്തം സുഖങ്ങളുടെ സംരക്ഷണത്തിനായി നിർത്തിയിരിക്കുന്ന ഒരു കാവൽക്കാരനായി മാത്രം നമ്മൾ ദൈവത്തിനെ കണ്ട് തരം താഴ്ത്തി കളയരുത്. കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും ജനിച്ച് ആ മരണം വരെയുള്ള സമയത്ത് എന്തെല്ലാം നടക്കും എന്നുള്ളത് നമ്മൾക്ക് നേരത്തെ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആ ഒരു കാര്യം മനസ്സിലാക്കാതെ എൻ്റെ നിന്ന് അതെടുത്ത് മാറ്റണേ, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കത് തരണേ എന്നുള്ള പ്രാർത്ഥനയ്ക്കുള്ളൂ കൂടുതലും നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ലേ. നമ്മൾക്ക് വരാനുള്ളത് എവിടെ ആണെന്നുണ്ടെങ്കിലും അത് വണ്ടി പിടിച്ച് നമ്മളുടെ അടുത്തേക്ക് തന്നെ എത്തിയിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയും എന്ത് വന്നു കഴിഞ്ഞാലും നമുക്കതിനെ മറികടക്കാനും അതിനെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ധൈര്യവും ശക്തിയും നമുക്ക് തരണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ള അവകാശം നമുക്കുള്ളൂ. ദൈവേഷ്ടം നിറവേറട്ടെ എന്ന് മാത്രം പറയുക, അതാണ് ഏറ്റവും സമാധാനപരമായിട്ടുള്ളൊരു പ്രാർത്ഥനയെന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനുകളാണ്. അത് കിട്ടുക കിട്ടൂലേ, പോകൂലേ എന്നൊക്കെയുള്ള ടെൻഷനുകളാണ്. അപ്പോൾ ഇതുവരെ അത് ട്രൈ ചെയ്യാത്ത ആളുകൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടോ, ഒരുപാട് സമാധാനം കിട്ടും. കാരണം നമ്മളുടെ എല്ലാ ഭാരങ്ങളും നമ്മളങ്ങോട്ട് കയ്യിൽ നിന്ന് ഇന്നത്തെ പിടിച്ചോന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തേക്കണേണ്. പിന്നെ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അത് ചെയ്തോളും, അവരങ്ങോട്ട് ചെയ്തോളും എന്ന് വിചാരിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ഏൽപ്പിക്കില്ല. എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞ് നമ്മളുടെ ജോലികൾ അങ്ങോട്ട് നമ്മൾ ചെയ്യാനുള്ളത് അങ്ങോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. കാരണം ദൈവത്തിൻ്റെ കരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കരങ്ങൾ തന്നെയാണ്. നമ്മൾ ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ വേറെ ആരെങ്കിലും വന്ന് ചെയ്യാൻ വേണ്ടി നോക്കി നിൽക്കരുത്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തേക്കുക. അത് നാളത്തേക്ക് വെച്ചാൽ നാളെ ഇന്നുള്ള കാര്യങ്ങൾ ഒന്നിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ളത് മാത്രം ചിന്തിച്ച് ഓരോ ദിവസം വേണ്ട കാര്യങ്ങൾ ഓരോ ദിവസം ചെയ്ത് തീർക്കുക. നമ്മളുടെ മക്കളോട് പറഞ്ഞ പോലെ അന്നുള്ള പാഠങ്ങൾ അന്നന്ന് പഠിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആ ഒരു തോട്ടോട് കൂടിയിട്ട് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ വെജിറ്റബിൾസ് നമുക്ക് പണ്ട് നമ്മളെപ്പോഴും വെജിറ്റബിൾസ് ഇങ്ങനെ വഴറ്റിയിട്ട് കഴിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ റോജറൊക്കെ പോയതിന് ശേഷം അങ്ങനെ കഴിക്കാറില്ല. ഒന്നാമത് ബ്രൊക്കോളിക്ക് ഭയങ്കര വിലയാണ് കേട്ടോ. മിക്ക കടകളിലും കിട്ടാനില്ല. കാരണം അവർക്ക് നഷ്ടമാണ്. ഇത് ആരും മേടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഇത് കേടായിപ്പോവും. അതുകൊണ്ട് തന്നെ മിക്ക കടകളിലും ഇല്ല. കിലോക്ക് 600 രൂപ 700 രൂപ വില ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രൊക്കോളി കിട്ടിയില്ല. പകരം നമ്മൾ ഇത് നമ്മൾ കോളിഫ്ലവറും ബ്രൊക്കോളിയൊപ്പം ഇടാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ബ്രൊക്കോളി ഏതായാലും മേടിച്ചില്ല, കിട്ടിയുമില്ല. പിന്നെ വില കൂടുതലായതുകൊണ്ട് അവർ പറഞ്ഞത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത്രയും ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞത് ഒഴിവാക്കി. അപ്പോൾ നമ്മൾ പച്ചക്കറികൾ ആദ്യം അരിഞ്ഞെടുക്കുമ്പോഴേ ഈ ക്യാരറ്റിനായിരിക്കും ഏറ്റവും വേവ് കൂടുതലുള്ളത്. അപ്പോൾ അത് ഏകദേശം ഒന്ന് വെന്തിട്ട് മാത്രം ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ചേർത്താൽ മതി. അപ്പച്ചെമ്പിലാണല്ലോ നമ്മൾ സ്റ്റീമറിൽ വേവിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ ഇങ്ങനെ കറകറാന്ന് കടിക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതിനകത്ത് ഫ്ലേവറിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ചതച്ച വെളുത്തുള്ളി മാത്രമാണ് ഞാൻ ഇട്ടത്, ബട്ടർ, പിന്നെ ഒരിത്തിരി ഉപ്പും കൂടി ചേർത്ത്, പിന്നെ നമ്മൾ ഇത് പനീർ കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റുമ്പോൾ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് പനീർ കൂടി ചേർത്തിട്ട് വഴറ്റി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും ഷാജി ഇത്തിരി മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അയില. അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ. കാരണം തക്കാളി ഇട്ടിട്ട് ഇതുപോലെ നല്ല മാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് മാത്രം വെള്ളം ഒഴിച്ചിട്ട്, അധികം വെള്ളം ഒഴിക്കാതെ ഒന്ന് ഒരു വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ആ മീനിൻ്റെ വെള്ളവും കൂടി ഇറങ്ങുമ്പോൾ കറക്റ്റായിട്ട് വരും. ആദ്യം തന്നെ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളൊരു ചാറ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം അത്രയും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ വെള്ളം ഇറങ്ങുമ്പോൾ അത് കൂടിപ്പോവും. അപ്പോൾ അതനുസരിച്ചിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇവിടെ പപ്പക്കൊക്കെ ഇത്തിരി ചാറ് വേണം. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടം ഇതിനേലും കുറച്ചുകൂടി വെള്ളം കുറവിലെടുക്കുന്നതാണ് എനിക്കിഷ്ടം. പപ്പക്കൊക്കെ ഇത്തിരി ചാറ് വേണം. എനിക്ക് ഇങ്ങനെ വറ്റി ഇരുന്നിട്ട് നേരിയൊരു ചാറ് മാത്രം മീനിൽ പിടിച്ചിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ ഇത് ഇത്തിരി കൂടി ലൂസാണ്. കാരണം ഇവിടെ പറ്റൂല, പപ്പക്ക് ചാറ് വേണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക്, വെളുത്തുള്ളി, സവാള, ഇഞ്ചി എല്ലാം കൂടി, വെളുത്തുള്ളി ഇല്ല കേട്ടോ, വെളുത്തുള്ളി ഇടാറില്ല. അതെല്ലാം കൂടി വഴറ്റി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ട് തക്കാളിയും കൂടി ചേർത്ത് അതൊന്ന് വെന്ത് കുറുകിയിട്ടാണ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് അത് മീൻ ഇട്ട് അത് വേവിക്കണത്. അപ്പോൾ ആ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ മീൻ വറുത്തത് ഫ്രിഡ്ജിലും ഉണ്ട്. അപ്പോൾ അയില കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ മീൻ കിട്ടിയത് കുറച്ച് ദിവസം 2 ദിവസം മുൻപായിരുന്നു. അപ്പോൾ അത് ആദ്യം കിട്ടിയ ദിവസം നമ്മൾ മീൻ വറുത്ത് കുറേ അധികം മാറ്റി വെക്കുകയത്. അപ്പോൾ ഫ്രിഡ്ജിൽ മീൻ വറുത്തതുണ്ട്. ബാക്കിയുള്ളതാണ് ഞാനിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടാണ് ഈ കറി താളിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾക്കുള്ള കറി ഉണ്ട്, 3 ആൾക്കും കറിയും ചോറും ഒക്കെ ഉണ്ട്. പക്ഷേ റിച്ചാർഡിന് എന്ത് ചെയ്യുമോ എന്നുള്ളൊരു
ഒരു ചിന്തയെ. അപ്പോൾ ഞാൻ വിചാരിച്ചു റിച്ചാനിന് ഇവിടെ ഉള്ള ബിരിയാണി റൈസ് എടുത്തിട്ട് ഇത്തിരി മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ 1 ലിറ്റർ വെള്ളം ഇട്ടേക്കണത്. കാരണം ആകെ 2 കപ്പ് റൈസ് ഇവിടെ ജീരകശാല റൈസ് അത് കഴുകി ഞാൻ കുതിർക്കാനും അവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷേ പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ രാത്രി ഇത് ഏതായാലും ഇത് ഉണ്ടാക്കുമ്പോൾ റയൻ ഇതേ കഴിക്കുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ അത് ഒരു നേരത്തേക്കുള്ളത് ശരിക്കും. അപ്പോൾ രാത്രി പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും റിച്ചാന് വേണ്ടിയിട്ട് ഉണ്ടാക്കണമല്ല എന്നുള്ളൊരു ടെൻഷനിൽ ഞാനങ്ങനെ നിന്ന്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞ് 1 ലിറ്റർ ഇട്ടത്. അപ്പോഴേക്കും ഞാൻ പതുക്കെ പപ്പ ആണെങ്കിൽ കുറേ ജോലിയാണ് കേട്ടോ, ജനൽ തുടക്കൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പം ഞാൻ പപ്പയുടെ അടുത്ത് എങ്ങനെ പറയും, ഇവരെ ആരും പോയി മേടിക്കുമൊന്നുമില്ല, കാരണം ഇവരെ വിട്ടാലും ഇവർക്ക് ബിരിയാണി റൈസ് മേടിക്കാനും അറിയില്ല. അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞു, പപ്പ ഇങ്ങനെ 1/2 കിലോ ബിരിയാണി റൈസേ ഉള്ളൂ, ഞാനത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉച്ച കൊണ്ട് തീരും, പിള്ളേർ കഴിച്ച് തീർക്കും, രാത്രിത്തേക്ക് പിന്നെ റിച്ചാൻ എന്തെങ്കിലും നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൽ അരിയും കൂടി കിട്ടണമെങ്കിൽ എനിക്ക് ഒന്നിച്ചങ്ങനെ ഉണ്ടാക്കിയാൽ രാത്രി അവർക്ക് കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു ഞാനിപ്പം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ പോയിട്ട് മേടിച്ചത് കൈമ റൈസായിരുന്നു. അങ്ങനെ കൈമ റൈസാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിരുന്നത് ജീരകശാല റൈസ്, അത് കഴുകിയും പോയി, അല്ലെന്നുണ്ടെങ്കിൽ ഈ മേടിച്ച കൈമ റൈസ് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കഴുകിപ്പോയ സ്ഥിതിക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഇത് മന്തി റൈസ് വെച്ചത്. അപ്പോൾ മന്തിക്ക് എപ്പോഴും സെല്ല റൈസാണ് നല്ലതെന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറ് കേട്ടോ. സെല്ല റൈസ് മേടിക്കുമ്പോൾ അത് വെച്ചുണ്ടാക്കിയപ്പോഴാണ് എനിക്ക് കാണാൻ നല്ല ഭംഗിയായിട്ട് തോന്നിയത്. ഇതിങ്ങനെ പൊടി അരിയായതുകൊണ്ട് തന്നെ ഇങ്ങനെ കുഴഞ്ഞ പോലെ കിടക്കുകയും ചെയ്യുള്ളൂ. പക്ഷേ നല്ല ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് ഈ കൈമ റൈസിന്. അപ്പോൾ അങ്ങനെ പപ്പ പോയിട്ട് മേടിച്ചിട്ട് വന്നിട്ട് കൈമ റൈസ് അതും കൂടി 2 കപ്പ് എടുത്ത്, അപ്പോൾ ടോട്ടലി 4 കപ്പ്. അപ്പോൾ 2 ലിറ്റർ വെള്ളവും ഞാൻ അതിനകത്തൊഴിച്ച്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കണക്ക് മെഷർമെൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം ഈ മന്തി റൈസ് വെക്കുമ്പോൾ നമ്മൾ ഇടാറുണ്ട്. കാരണം സാധാരണ ചോറ് വറ്റിച്ചെടുക്കണമെങ്കിൽ 1 കപ്പിന് 2 കപ്പ് വെള്ളം മതി 1 കപ്പ് റൈസിന്. ഇതാകുമ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇട്ടൊന്ന് വേകുമ്പോഴത്തേക്ക് അത്രയും നേരം കൊണ്ട് ആ വെള്ളം ഒന്ന് ഇത്തിരി കുറയും, അളവ് കുറഞ്ഞു. അതിനാണ് ഇത്തിരി വെള്ളം കൂട്ടിയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് വേവിച്ചെടുത്ത് ഇത്തിരി വെളുത്തുള്ളി മസാലയൊക്കെ ഇട്ട് വേവിച്ചെടുത്ത് അതിന് ശേഷം പിന്നെ റൈസാണ് ഇടാൻ പോണത്. അപ്പോൾ റൈസ് ഇടാം. അപ്പോൾ ഞാൻ പപ്പ വരാൻ വേണ്ടിയിട്ട് ഇത് ഫ്ലെയിം ഓഫ് ഇങ്ങനെ കുറച്ചിട്ട് ചിക്കൻ ഇട്ടതിന് ശേഷമേ വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടത്. കാരണം പപ്പ മേടിച്ചുകൊണ്ട് വരണ്ടേ, എന്നിട്ടല്ലേ കഴുകിയിട്ട് ഇത് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ വെള്ളമെല്ലാം പറ്റിത്തീരും. അതുകൊണ്ട് ഇപ്പോൾ അതേ വെള്ളം തിളച്ചത് ഇങ്ങനെ കുറഞ്ഞിരിക്കണേണ് ചൂട്. അപ്പോൾ അത് പിന്നെ റൈസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കഴുകി അതിനകത്തേക്ക് ഇട്ട് പിന്നെ 2 ക്യൂബ് ഇട്ട്. ഞാൻ ആദ്യം 1 ക്യൂബ് ഇട്ടെങ്കിലും ഞാൻ വിചാരിച്ച് ഒരെണ്ണം കൂടി ഇട്ടേക്കാം. അങ്ങനെ പിന്നീടാണ് 1 ക്യൂബ് കൂടി ഇട്ടത് കേട്ടോ. പിന്നെ നമ്മുടെ ഡ്രൈ ലെമണും എല്ലാം പിന്നെ ഇതിനകത്ത് നമുക്ക് വെജിറ്റബിൾ ക്യാരറ്റും ക്യാബേജും ഒക്കെ ഇടാം കേട്ടോ. ക്യാബേജ് ഞാൻ ഇട്ടില്ല, ക്യാരറ്റ് മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇനി അത് കുഴപ്പമില്ല, അതവിടെ ഇരുന്നിട്ട് വറ്റട്ടെ എന്ന് വിചാരിച്ച്. അപ്പോഴേക്കും നമ്മളുടെ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വൈകുന്നേരം ഒന്ന് കടയിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ പോയി വന്നു കഴിഞ്ഞാൽ പണിയുണ്ടാവില്ല. അല്ലെന്നുണ്ടെങ്കിൽ പോയി വന്നു കഴിഞ്ഞ് പിന്നെ സാധനങ്ങളെല്ലാം പെറുക്കി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞാൻ കുക്കിങ്ങിന് നിൽക്കണം. അപ്പോൾ അത് ഒരു മടിയായിട്ടാണ് ഞാൻ പപ്പയുടെ അടുത്ത് മേടിപ്പിച്ചത്. അപ്പോൾ ഇന്ന് ഏതായാലും നമ്മൾ കടയിൽ പോകുമ്പോൾ ബിരിയാണി റൈസെല്ലാം നമ്മൾ മേടിക്കും. അപ്പോൾ ഇത് അപ്രതീക്ഷിതമായി ഇന്ന് വെച്ചതുകൊണ്ട് തന്നെ ആ ഒരു ഒരുക്കം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തോരം അരി ഉണ്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആകപ്പാടെ 2 കപ്പേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നേരത്തെ 3 കിലോ റൈസ് മേടിച്ചതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ തീർന്നത്. ഇനിയിപ്പോൾ നമ്മൾ മേടിച്ച കൈമ റൈസിൻ്റെ 1/2 കിലോ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മേടിക്കുമ്പോൾ കൈമ റൈസ് തന്നെ മേടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആ 1/2 കിലോ റൈസ് വെച്ചിട്ട് മാത്രമായിട്ട് ചെയ്യേണ്ടി വരും. മിക്സ് ചെയ്തെടുക്കാനായിട്ട് ആ സെയിം റൈസ് തന്നെ എടുക്കണമല്ലേ നല്ലതെന്ന് വിചാരിച്ച് അങ്ങനെ മേടിക്കാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ രാത്രിത്തെ ഫുഡ് കൂടി ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ പോയിട്ട് സാധനങ്ങളെല്ലാം മേടിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞ് വീണ്ടും ഞാൻ രാത്രിത്തെ കുക്കിങ്ങിന് നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ ഏതായാലും പപ്പനെ കൊണ്ട് ഇത്തിരി അരി മേടിപ്പിച്ചത്. പപ്പയോട് ഞാൻ പറഞ്ഞു 1 കിലോ മാത്രം മേടിച്ചാൽ മതി, കാരണം ഇന്നിപ്പോൾ ഞങ്ങൾ കടയിൽ പോയിട്ട് മേടിക്കും. അപ്പോൾ കടയിൽ പോയിട്ട് മേടിക്കേണ്ട അവസ്ഥ വന്ന കാര്യം ഞാൻ ഫ്ലിപ്കാർട്ടിൽ കുറേ സാധനങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിലെ ഓർഡർ ക്യാൻസലായിപ്പോയി. കാരണം അവർ ഓഫീസിൽ നിന്ന് വിളിച്ചേക്കണ്, വന്ന പ്രൊഡക്ട്സുകൾ ഡാമേജ് ആയിട്ടാണ് വന്നേക്കണത്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വിടണേന്, നിങ്ങൾ
ആ OTP ഒന്ന് പറഞ്ഞു തരണം, ഞങ്ങൾ വിട്ടിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ നമ്മൾ ആ OTP പറഞ്ഞു കൊടുത്തപ്പോഴേക്കും അത് ക്യാൻസൽ ചെയ്ത്, അതായത് വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ അത് അവിടെ ഓഫീസിൽ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്ത്. എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം നേരത്തെയും ഇതുപോലെ തന്നെ ഒരു ഗീ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് വന്ന് അവർ വിളിച്ചിട്ട് ഇത് ഓഫീസിൽ ഉണ്ട്, ഇനിയിപ്പോൾ അത് നിങ്ങൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ റിട്ടേൺ വിടണേണ് ഈ OTP പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് അന്നും അങ്ങനെ. പക്ഷേ ഇത് അങ്ങനെ പൊട്ടിപ്പോകേണ്ട ഒരു സാധനങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ പൊട്ടി എണ്ണയോ നെയ്യോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനൊരു മെസ്സേജ് വന്ന് അപ്പോൾ എനിക്ക് അത് എന്താണെന്നൊരു കാര്യം മനസ്സിലായില്ല. ഏതായാലും പൈസ നമുക്കപ്പോൾ തന്നെ റീഫണ്ട് ആവും കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ തന്നെ റീഫണ്ടായി, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പിന്നെയും ഇനി ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പോയിട്ട് മേടിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാനിപ്പോൾ ഓർഡർ ചെയ്തേനെ. പിന്നെ പഴയതുപോലെ ഈ ഒരു സമയത്ത് പഞ്ചസാരയൊന്നും ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല, വേറെ ഒരു സ്നാക്കൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ ഓർഡർ ചെയ്തില്ല. അങ്ങനെയാണ് കടയിൽ പോയിട്ട് വാങ്ങിച്ചത്, കടയിൽ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ മന്തിയുടെ കുറച്ച് നേരം അങ്ങോട്ട് നീങ്ങിക്കണോണ്ടേ ഒന്ന് ആവി പോട്ടേന്ന് വിചാരിച്ച് നെറ്റ് കൊണ്ട് ഞാൻ മൂടി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഈ കോള് കത്തിച്ച് വെച്ച് കഴിയുമ്പോഴേ അത് എത്ര നേരം വെക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ ആ കോളിൻ്റെ പുക തീരും കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഓപ്പൺ ചെയ്യാം. പിന്നെ റൂബിക്ക് 2 മുട്ടയും കൂടി ഒന്ന് വേവിച്ചെടുത്തേട്ടാ അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. തത്തമ്മോ പൊട്ടപ്പം തരട്ടെ കുഞ്ഞനെ, പൊട്ടപ്പം തരട്ടെ മുത്തിന്, പാമിട് പൊന്നു പാപ്പ. പിന്നെ ഞാൻ അറബിക് സാലഡിൻ്റെ സാധനങ്ങളോട് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മയണൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അത് കുട്ടികൾ വന്ന് കഴിക്കാനിരിക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കണമല്ല നല്ലത്, മയണൈസൊക്കെ ഇരുന്ന് കേടായി പോകുമല്ലെങ്കിൽ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾ കഴിക്കാൻ വന്നപ്പോൾ വേഗം തന്നെ സാലഡ് ആദ്യം അടിച്ച് അതൊന്ന് മിക്സഡ് ജാറ് കഴുകിയെടുത്തിട്ട് അതിൽ തന്നെ മയണൈസ് അടിച്ചിട്ട് വേഗം തന്നെ കൊടുത്തട്ടോ. അപ്പോൾ ചിക്കൻ എന്ത് തന്നെ ആയാലും ഈ റിച്ചാർഡ് ഉള്ളതുകൊണ്ട് ഞാൻ ബ്രസ്റ്റ് പീസാണ് എടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ പീസായിട്ട് ചിക്കൻ ഇതിനകത്ത് ഇടുമ്പോഴാണ് കാണാനും ഭംഗി, അതാണ് അതിൻ്റെതായ ഒരു രീതി. പക്ഷേ ഇവർക്ക് അങ്ങനെ പറ്റില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് ചിക്കൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൈമ റൈസ് ആയതുകൊണ്ട് തന്നെ നല്ല പൊടി പോലെ ഇരിക്കണം കേട്ടോ. പക്ഷേ ഭയങ്കര ഫ്ലേവറുള്ള അരിയാണ് കൈമ റൈസ്, നല്ല ടേസ്റ്റ്. പിന്നെ കുട്ടികൾ അത് കഴിക്കുന്ന സമയത്തെ വേറൊരു വിശേഷം പറയാം. റയൻ്റെ കോഴ്സ് ബുക്ക് ചെയ്തത് 7-ാം തീയതിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സെപ്റ്റംബർ 7-ാം തീയതി. റിച്ചാർഡിൻ്റെത് 16-ാം തീയതി ആണ്. അങ്ങനെ സെപ്റ്റംബറിൽ 2 പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ റയൻ്റെ മിനിമം കാൻഡിഡേറ്റ്സ് അവർക്ക് ആയില്ല, അതുകൊണ്ട് തന്നെ കോഴ്സ് അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫീസും കൊടുത്തു കഴിഞ്ഞ് വണ്ടി എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞ് എല്ലാം ചെയ്ത് ബോംബെയിൽ തന്നെ അവൻ്റെ കോളേജിൽ പോകണം, ആംഗ്ലോ ഈസ്റ്റേണിൽ പോകണം, അവിടെയാണ് കോഴ്സ്. പക്ഷേ നമുക്ക് റീഫണ്ട് ചെയ്യുമൊന്നുമില്ല കേട്ടോ. കാരണം അടുത്ത മാസത്തിലേക്ക് അവർ സ്റ്റുഡൻസിനെ ആക്കിയെടുത്തിട്ട് നടത്തുമായിരിക്കാം എന്നുള്ളതാണ്, അല്ലാതെ റീഫണ്ടൊന്നും ചെയ്യൂല. അപ്പോൾ റയനും ടെൻഷനായി, കാരണം വീണ്ടും മാസങ്ങൾ മുന്നോട്ട് പോകും. ഈ ഒരു മാസം വെറുതെ പോയിട്ട് അടുത്ത മാസം അല്ല പിന്നെ ഇനി കോഴ്സിന് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ റിച്ചാർഡിന് പറ്റിയതും ഇത്തവണ അങ്ങനെ തന്നെ ജൂലൈയിൽ ബുക്ക് ചെയ്തപ്പോഴേക്കും അത് അപ്പോഴും കാൻഡിഡേറ്റ്സ് ഇല്ല, കുറവാണ്, 25 പേരില്ലാതെ അവർ തുടങ്ങൂല. അപ്പോൾ അതുകൊണ്ട് റിച്ചാർഡിൻ്റെതും സമയം പോയി, സെപ്റ്റംബറിലേക്ക് കയറി. ഇതൊക്കെ ഇവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് ഈ ഷിപ്പിംഗ് ഫീൽഡിലുള്ളവർക്കറിയാം ഇങ്ങനെയാണ്. ഇവർ എത്ര അതായത് എപ്പോഴും ഇവർക്ക് കോഴ്സുകളുണ്ട്, എല്ലാം റിന്യൂ ചെയ്യുന്ന കോഴ്സുകളും അല്ലാതെ പുതിയതും എല്ലാം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഈ ഡേറ്റ് കിട്ടാതെ വരുമ്പോൾ ഇവരുടെ മാസങ്ങളോളം ഇവർ നാട്ടിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഇവർക്ക് 2 ആൾക്കും ഇത്തവണ പറ്റിയിരിക്കുന്നത്. പക്ഷേ റയന് സങ്കടമൊന്നുമില്ല, കാരണം റയൻ വന്നിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. അതുമല്ല അവൻ നിൽക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്കും സന്തോഷം, കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ട് വരുന്നതല്ലേ. അപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. എങ്കിലും ഇനി അടുത്ത മാസം കോഴ്സ് ഉണ്ടാകണം. അതും കുട്ടികളെ തികഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അവരതും ക്യാൻസൽ ചെയ്യും, പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർ റീഫണ്ട് ചെയ്യില്ല, കാരണം അവരുടെ കോളേജിൽ തന്നെ ഈ കോഴ്സ് ചെയ്യണമെന്ന് അവർക്ക് നിർബന്ധമാണ്, ഈ ആംഗ്ലോ ഈസ്റ്റേണിൽ. പക്ഷേ റിച്ചാർഡിൻ്റെ ഈ എക്സിക്യൂട്ടീവ്
ഷിപ്പിങ്ങിൽ, അതാണ് അവൻ്റെ കമ്പനി. അവർക്ക് നിർബന്ധമൊന്നുമില്ല, അവരുടെ കോളേജിൽ തന്നെ ഈ കോഴ്സുകൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ റീഫണ്ട് ചെയ്യാത്തട്ടെ. ഇനി അഥവാ നമ്മൾക്ക് ഇപ്പോഴൊന്നും ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പകുതി പൈസ മാത്രമേ നമുക്ക് റീഫണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പം നമ്മൾ പേയ്മെൻ്റ് എല്ലാം നേരത്തെ ചെയ്ത് വെച്ചേക്കണോണ്ട് തന്നെ റിച്ചാർഡ് പറയാം അതവിടെ കിടന്നോട്ടെ, അവരുടെ സമയത്ത് നമുക്ക് ചെയ്യാം, അതുവരെ നീ റെസ്റ്റ് എടുക്കുക എന്നാണ് റിച്ചാർഡ് റയൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വേറൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ റയൻ ഏതായാലും ഓണത്തിന് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ റിച്ചാർഡ് കേരളത്തിൽ തന്നെ പഠിക്കുന്നതുകൊണ്ട് അവർക്ക് ഓണം വെക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവന് വീട്ടിലെത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. റോജറിൻ്റെ കാര്യം മാത്രമാണ് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തത്. പിന്നെ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ റയൻ്റെ കോഴ്സ് ക്യാൻസൽ ചെയ്തെങ്കിലും ആ ഒരു സമയം ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന പപ്പയും റിച്ചാർഡ് പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്തിട്ടുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ 2 ചേട്ടന്മാരും ഡ്രൈവിംഗ് പഠിച്ചത് പപ്പയുടെ പൈസ കൊണ്ടാണ്. കാരണം ആ സമയത്ത് ഇവർ ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അവർ 18 വയസ്സ് ആയപ്പോൾ തന്നെ 2 ആളും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തവരാണ്. അത് പപ്പ എടുത്തു കൊടുത്തതാണ്. പക്ഷേ ഈ റയൻ ഇത്രയും നാളും എടുക്കാൻ പറ്റാതെ ആയിപ്പോയി. അവൻ്റെ പഠനകാലങ്ങളായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ അവൻ ഏൺ ചെയ്യണതുകൊണ്ട് തന്നെ അവൻ്റെ സ്വന്തം പൈസ കൊടുത്തിട്ടാണ് ഡ്രൈവിംഗ് ക്ലാസ്സിൽ അവൻ ആ പേയ്മെൻറ്റ് ചെയ്തേക്കണം. ഏകദേശം 15,000 രൂപ എന്തോ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, 2 വീലറും 4 വീലറും രണ്ടും ഒന്നിച്ച്. അപ്പോൾ അതിൽ ഭയങ്കര ഒരു അഭിമാനം എനിക്ക് തോന്നിയിട്ടാണ്. ദൈവത്തിനോട് 1000 നന്ദിയും പറഞ്ഞ്. ചേട്ടന്മാർ ചെയ്യാത്തൊരു കാര്യം അവൻ ചെയ്തല്ല. ഏതായാലും 2 ദിവസം കഴിയുമ്പോഴത്തേക്കും, ഇന്നലെ വൈകുന്നേരമാണ് ജോയിൻ ചെയ്തത് കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ആ ഒരു ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. വെജിറ്റബിൾസ് മേടിച്ചേക്കുന്നത് തക്കാളി, ബ്രിഞ്ചാൾ, കോവക്ക, കൊത്തമര, പച്ചമുളക്, കുക്കുംബർ, സാമ്പാർ കഷ്ണം, ക്യാപ്സിക്കം, മല്ലിയില, ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത്. പിന്നെ കൈമ റൈസ് 3 കിലോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പപ്പ ഇന്ന് കൈമ റൈസാണ് മേടിച്ചേക്കുന്നത്. അതിൻ്റെ 1/2 കിലോ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈമ റൈസ് തന്നെ എടുത്ത്. മൈദ, ഏവിറ്റിയുടെ കാപ്പിപ്പൊടി 2 എണ്ണം, സാമ്പാർ പൊടി, ഇത്തിരി വെളുത്തുള്ളി, കബാബ് മസാല, 2 ഗ്രീൻ ടീ ബാഗുകൾ, 2 പാക്കറ്റ് റിച്ചാർഡിന് വേണ്ടിയിട്ട് എടുത്താണ്. ഒരു നല്ലെണ്ണ, ഒരു ബ്രെഡ്, ഒരു തൈര്, ഒരു ഒഡോണിൽ, ഒരു ബിസ്ക്കറ്റ്, ഒരു ഓട്സ്, ഫ്രൂട്ടമാൻ്റെ ഓട്സ്, പിന്നെന്താ ലേസ്, ചീറ്റോസ്. ഇതിന് ചീറ്റോസ് റിച്ചാർഡ് മേടിക്കണത്. ഇത് ഇന്നലെ മേടിച്ചുകൊണ്ടുവന്ന് വെച്ചത് സാധനമായിരുന്നു. ഇത് 2 വലുത്. പിന്നെ ഇതൊക്കെ എന്തോ എടുത്തിട്ടിട്ടുണ്ട്. ഇതൊക്കെ ചോക്ലേറ്റാണ്. ഇത് ബിസ്ക്കറ്റ്. പിന്നെ എനിക്ക് ഇതിഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇത് 3 എണ്ണം. അതെ, ബ്രൗണി. പിന്നെ ഇതെനിക്കിഷ്ടമെന്ന് പറഞ്ഞിട്ട് 5 സ്റ്റാർ എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കേക്ക്സാണിത്, ചെറിയ ചെറിയ കേക്ക്സ്, വാനില കേക്ക്, ചോക്ലേറ്റ് കേക്ക്, അങ്ങനെയൊക്കെ. പിന്നെ വേറൊരു മിഠായി കൂടി കിടക്കണത്, ഇത് നട്ടീസ്. പിന്നെ ഞാൻ കുറച്ച് സ്പൈസസാണ് മേടിച്ചത് നമുക്ക് പൊടിക്കാനായിട്ട്. പിന്നെന്താണ് ഉലുവ, പെരുംജീരകം, ജാതിപത്രി, ചുക്ക്, പിന്നെ ഒരു മസാലയുടെ ഇങ്ങനത്തെ ഒരു പാക്കറ്റ്, കറയാമ്പ്, കുറച്ച് പപ്പടം, ചെറുപയർ, റവ, റോസ്റ്റഡ് റവ, പൊൻകതിറിൻ്റെ അപ്പത്തിൻ്റെ പൊടിയാണ്. പുട്ടുപൊടിക്ക് കണ്ടില്ല അവിടെ, പുട്ടുപൊടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ ബ്രാൻഡഡ് 2 കിലോ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. വെള്ളക്കടല റിച്ചാർഡിന് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ത് സാധനമാണ്, നോറിൻ്റെ സൂപ്പുകൾ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ലസ്സി, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം ലസ്സി, അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബണ്ണ്
2 പാക്കറ്റ് ബണ്ണ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 ഗ്ലാസ്, ഇത് മുട്ട 12 മുട്ട. ഇവിടെ കുറച്ചധികം മുട്ടയുണ്ട്, ഇവിടെ മുട്ട ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 12 മുട്ട മേടിച്ച്. ഇത് ഈ 2 ഗ്ലാസ് 30 രൂപ വെച്ചാണ്, നല്ല കട്ടിയുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ അത് ഞാൻ 2 എടുത്തു. 2 ഉണ്ടായിരുന്നുള്ളൂ അവിടെ, അതുകൊണ്ട് 2 അങ്ങനെ എടുത്തു. എനിക്കിത് ഇങ്ങനെ നല്ല വലിയ വട്ടമുള്ള ഗ്ലാസ്സാണ്, അങ്ങനെ അതെടുത്ത് നല്ല കട്ടിയാണ്. 30 രൂപയിലുള്ളതെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. പിന്നെ വേറെ എന്തോ എടുത്തിട്ടുണ്ടല്ലോ, പെപ്സി, കൊക്കക്കോള എന്തോ എടുത്തിട്ടുണ്ട്. അതേ ഇരിക്കണം, ഇതൊരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതേ പാല് ഞാൻ നേരത്തെ വെച്ച്. അപ്പോൾ ഓണത്തിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ പിന്നെയല്ലേ മേടിക്കുള്ളൂ. അപ്പോൾ പായസപ്പരിപ്പൊക്കെ അപ്പം മേടിക്കാമെന്ന് വിചാരിച്ച്. റയനെ എനിക്ക് വെട്ടി തന്നത് വേണ്ട, നമ്മുടെ പിൻവശത്തേക്ക് വളർന്നേക്കണതാണ്. നല്ല ഭംഗിയുള്ളൊരു ഇതിൻ്റെ ഈ അറ്റത്ത് വെച്ച് വെട്ടി, ഇതിൻ്റെ 2 എണ്ണം ഉണ്ടെന്ന് തോന്നണം. പിടിച്ചിട്ട് മാക്സിമം അടിയിൽ വെച്ച് വിട്ട് കത്തി ഒടിഞ്ഞു പോകുമോ? ഇല്ല. ഈ കത്തി അധികം സ്ട്രോങ് അല്ല, പക്ഷെ ഭയങ്കര ഷാർപ്പാണ്. ഇതൊക്കെ വാഴലല്ല, ഞാനിതിവിടെ വെക്കട്ടെ ഒന്ന്. ഇത് മണി പ്ലാന്റിൻ്റെ വേറൊരു വകഭേദമാണ്. ഇത് ഈ നിൽക്കണത് കണ്ട, നല്ല വലുതാണ്. അതിൻ്റെ അറ്റത്ത് വെച്ച് വെട്ടാൻ പറ്റുമോ നിനക്ക്? നല്ല ഭംഗിയുള്ളതല്ലേ ഇത്, നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഇവിടെ നിന്ന് ഏതാണ് വെട്ടാൻ പറ്റുക എന്നുള്ളത് നല്ലല്ല, നോക്കിയൊന്ന് വെട്ടിക്കേ. പിന്നെ ചെറുതാണ്, പക്ഷേ നല്ല ഇളയതാണിത്. അപ്പം നമ്മുടെ ഈ ഭരണികളൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കണില്ലെന്ന് വിചാരിച്ചിട്ടേ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കുറച്ച് ഇലയൊക്കെ എടുത്ത് വെക്കാം. അങ്ങനെ ഇലയൊക്കെ വെച്ച് നോക്കിയപ്പോഴേക്കും അത് കിടന്ന് കറങ്ങണുണ്ടായിരുന്നു കേട്ടോ, കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഇല നമ്മുടെ ഫ്രണ്ടിലും വളർന്ന് നിൽപ്പുണ്ട്, ബാക്കിലും വളർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ ഇതിൻ്റെ വേരുകൾ ഈ മതിലിലിങ്ങനെ പിടിച്ച് കയറുമ്പോൾ അത് മതിൽ പൊട്ടിക്കുവാന്ന് എനിക്ക് സംശയം തോന്നുന്നു, അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ ഇത് കളയാനും തോന്നൂല, എന്നാൽ ഇത് എന്തെങ്കിലും ദോഷം വരുത്തുക എന്നുള്ളതും എനിക്ക് അറിയില്ല കേട്ടോ, കാരണം അത്രയും സ്ട്രോങ് വേരുകളാണ് മതിലയിൽ പിടിച്ച് കയറുന്നത് കേട്ടോ. അപ്പം ഞാൻ അതിനകത്ത് നിന്ന് കുറച്ച് ഇലകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ ഇതിപ്പോൾ കുത്തി നിറച്ച് വെച്ചേക്കുന്നതാണ്. അത് വൃത്തിക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, പക്ഷേ ഇതിൻ്റെ തണ്ടുകൾക്ക് നീളമില്ല. അപ്പോൾ അത്രയും നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് വെക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊന്ന് കൊണ്ടുവന്ന് വെച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സിനൊരു സന്തോഷം. അപ്പോൾ ഇന്നത്തെ ദിവസം അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗിഫ്റ്റിൻ്റെ ഒപ്പം കൊണ്ടുവന്നതാണ് ഈ ബജികൾ. കളമശ്ശേരിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. കൊണ്ടുവന്നത് ജ്യോതിയാണ് കേട്ടോ, നമ്മുടെ വർക്കൗട്ട് ക്ലാസ് നടത്തുന്ന ജ്യോതി. റനെ റിച്ചാടെ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അടിപൊളിയാ. 2 കൂടി ഇരുന്ന് മുക്കി അങ്ങ് കഴിക്കുക. ചൂടുണ്ട്. ആണോ? ശരിയാണ്. നമുക്കിവിടെ ഈ സാധനം കിട്ടല് കുറവാണ്, പെട്ടെന്ന് തീരുന്ന സാധനമാണ് പച്ചക്കായ ബജി. അത് അറിഞ്ഞ് തന്നെയാണ് ജ്യോതി കൊണ്ടുവന്നേക്കണത്. അയ്യോ, റയനും കഴിച്ചോണ്ടിരിക്കുന്നില്ല. റയന് ഇഷ്ടപ്പെട്ടാ? അത് തന്നെ ശരിയാണ്, എല്ലാവർക്കും ഉള്ളതായി. കഴി ഞാനാണ്. നീ കഴിച്ചോ? ഞാനിപ്പ കഴിച്ചതാണ്. ഞാൻ കഴിച്ചതാ ഇപ്പ. അല്ലടോ, എല്ലാം ഒന്ന് തന്നെയാണ്. കായ് ബജി പക്ഷെ ഞാനുള്ളത് കഴിച്ചല്ല. ഞാനത് കഴിച്ചിട്ടാറില്ല. എടോ, ഞാനത് കഴിച്ചതിന്റെ കഷ്ണം വരുന്നു. ആണോ? ഓക്കെ. എനിക്കാ മനസ്സിലാകുന്നത്, ഞാനാണ് അതിന്റെ തുമ്പ് പിടിച്ചെടുത്തത്. അപ്പോൾ നിങ്ങളത് കഴിക്കണ സമയത്തില്ലേ, ജ്യോതി ആൻറ്റി കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചാൽ അത് വിത്ത് ബാഗാണ്. ബാഗ് ജ്യൂട്ടിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
ഇത് 3 എണ്ണത്തിൻ്റെ 3 പ്ലേറ്റ് അല്ല, ബൗളാണിത്. എന്താണ്? അതെ, ഇത് ചെറുത്, ഉള്ളിൽ സ്റ്റീലാണ്. ഇത് ഓവണിൽ ചൂടാക്കണ പാത്രമാണ്, ഓവൺ സേഫാ. അപ്പം അതിൻ്റെ 3 എണ്ണം ഉണ്ട്. ഇതാണ്. അപ്പോൾ ഓണത്തിന് പാചകം ചെയ്തിട്ട് ഇതിനകത്ത് നേരത്തെയൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാനാണ് സ്വപ്നക്കെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നേക്കണത്. അടുത്ത മാസം ഇല്ല, ഞാൻ അതിന് ഉപയോഗിക്കും. ഇത് 2 ബൗള്, ആ പിന്നെ സ്വീറ്റ്സ് ഉണ്ട്. സോന പപ്പി സ്വീറ്റ്സ്. പിന്നെ എന്താണിത്? ബെസ്റ്റ് ഡേ അല്ലേ? ബെസ്റ്റ് ഡേയുടെ ഷോർട്ട് ഫോമാണ്. ബെസ്റ്റ് ബേക്കറി ബെസ്റ്റ് ഡേ കുക്കീസ്, ബെസ്റ്റ് ബേക്കറിയുടെ കുക്കീസാണ് ബെസ്റ്റ് ഡേ കുക്കീസ്. അപ്പം ഇത്രയും ജ്യോതിയുടെ ഗിഫ്റ്റാണ്. ഓണത്തിന് മുന്നേ ഓണത്തിൻ്റെ ഗിഫ്റ്റായത്. അപ്പം താങ്ക് യു ജ്യോതി. താങ്ക് യു പറഞ്ഞാൽ ജ്യോതി കരയും. അപ്പം തന്നെ ഞാൻ തന്നെ പൈസ ഗിഫ്റ്റ് കിട്ടുന്നത് സന്തോഷമുള്ള കാര്യമാണ്. എങ്കിലും ജ്യോതി ഇപ്പോൾ പലതവണയായിട്ട് എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ എനിക്കതൊരു വിഷമമായിട്ട് മാറി. അപ്പോൾ അത് ഇനി ഒരിക്കലും ഗിഫ്റ്റ് തരരുതെന്നുള്ള ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് ഇത്തവണ ഞാൻ ജ്യോതിനെ വിട്ടത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് വീണ്ടും കാണാം. താങ്ക്